സ്ഥായാച്ചാ കൊള്ളി അടിപൊളി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ജിത. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്നിവിടെ ആരുമില്ല, ഞാനും സാഗരേട്ടനും മാത്രമേ ഉള്ളൂ. അമ്മ അച്ഛൻ എല്ലാരും കൂടിയിട്ട് പാലക്കാട് സാന്ദ്രച്ചിട്ട് സാഗരേട്ടൻ്റെ അനിയത്തിന്റെ വീട്ടിലേക്ക് പോയിക്കാണ്. അവിടെ മലയ്ക്ക് പോവാണ്. അപ്പൊ കെട്ടുന്നറിയായിരുന്നു. പിന്നെ അവര് തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കും കൂടി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഇന്നൊരു ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. അപ്പൊ കാലത്ത് തന്നെ എന്താ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വെള്ളപ്പം ഉണ്ടാക്കാന്ന് വെച്ചപ്പോ ഫ്രിഡ്ജിൽ നിന്ന് ഒരു 3 മണിക്കൂർ മുമ്പേ പുറത്തേക്ക് എടുത്ത് വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 3 മണിക്കൂറൊക്കെ നമ്മള് വെയിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പൊ പട്ടിണി എടുക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ പുട്ടൊക്കെ ഏകദേശം സെറ്റാകുമ്പോഴേക്കും ഞാൻ പുളിച്ചു. അപ്പൊ അതാണ് പുട്ടുണ്ടാക്കുന്നത് വീഡിയോ എടുക്കാനത്. അപ്പൊ കാണിച്ചു തരാം. ഏട്ടനൊരു വിചാരമുണ്ട്, എനിക്കൊന്നും അറിയില്ല. അത് വളരെ തെറ്റാണ്. എല്ലാം അറിയാം. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പുട്ടും മുട്ടക്കറി? സത്യസന്ധമായിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ തോന്നില്ല. വളരെ രസമുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ അധികം കുക്കിംഗ് ഇല്ല, അമ്മ എല്ലാം ചെയ്യണേ മാത്രം. പുട്ടും കട്ടൻ ചായയും അടിപൊളിയുണ്ട്. അപ്പൊ കാലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പുട്ടുമുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ചായയും കട്ടൻ ചായ ഉണ്ടായിരുന്നു, അതാണ് കുടിച്ചത്. പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ പാത്രങ്ങൾ കുറച്ച് കഴുകാണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു കാലത്തത്തെ. അപ്പൊ ഇനി എന്തായാലും ചോറ് വെച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പൊ കറിയും കൂടി വെക്കാന്ന് വെച്ചു. പരിപ്പ് ഭയങ്കര ഇഷ്ടമായിട്ടനെ. അപ്പൊ പരിപ്പ് വെക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ അച്ഛൻ, ഞാൻ ഇന്നലെ വീട്ടിൽ പോയിണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ ഇത്തിരി ചക്കക്കുരു അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പരിപ്പും ചക്കക്കുരും മാങ്ങയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വെക്കാന്ന് വെച്ചു. ചക്കക്കുരു ഒന്നല്ലെങ്കിൽ ഇടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേഗം തോല് പൊളിഞ്ഞു കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കത്തി കൊണ്ടാക്കിയാലും മതി കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ഇടിക്കണതാണ് എളുപ്പം തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് പോരും. അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോഴേ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എളുപ്പമല്ല. അങ്ങനെ നമ്മുടെ ചോറൂണലൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ കൊറിയർ പാക്ക് ചെയ്യാനായിട്ട് മുകളിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഈ 2 വലിയ പാക്കറ്റ് ധാവണികളാണ് കേട്ടോ. പിന്നെ നമ്മുടെ കോട്ടൻ്റെ കുർത്തി നമ്മൾ പുതിയ സ്റ്റോക്ക് ഇട്ടുണ്ടായിരുന്നില്ലേ, അത് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഓർഡർ ഉണ്ട്. ഇതിൻ്റെ ചില മെറൂൺ കളറൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് ഇപ്പോൾ കളറില്ല. നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ കൊറിയർ പാക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ
ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മളിത് പാക്ക് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അതുപോലെ കുറച്ച് പേർക്ക് റിപ്ലൈ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഉടനെ തരണതായിരിക്കും. കുറച്ച് ബിസിയും കാര്യങ്ങളായ കാരണമാണ് റിപ്ലൈ തരാനായിട്ട് വൈകിയത് കേട്ടോ. പിന്നെ റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് ഈ ബിസിനസ്സിൽ ഏറ്റവും റിസ്ക് ഉള്ള കാര്യമാണ്, റിപ്ലൈ കൊടുക്കുക എന്നുള്ളത്. കാരണം ഒരു 3 മണി വരെയൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുള്ളത്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഡിലേ ആയിട്ടുണ്ടെങ്കിൽ ഞാനത് ഉടനെ തരണതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് കൊറിയർ ഇത് കൊണ്ടു കൊടുക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ തൊട്ട് കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ നമ്മൾ സ്ഥലം മേടിച്ചിട്ടുള്ള അവിടെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് ഒന്ന് പോവാം ഒരു 3 മണിക്ക് 4 മണിക്ക് ആകുമ്പോന്ന്. അപ്പോൾ ഞാൻ ഈ കൊറിയറൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പരിപാടി ഇന്ന് പറമ്പിലാണ്. അമ്മേ നല്ല കാറ്റാണ് ഗൈസ്. അപ്പൊ എന്റെ തൊപ്പി വരെ പറന്നു പോയി, അത്ര അധികം കാറ്റാണ്. അപ്പൊ ഒന്ന് പറയാനുള്ള എന്താന്ന് വെച്ചാ, ഇന്ന് അല്ലെങ്കിൽ ഞങ്ങള് ഇന്ന് ഫ്ലാസ്കില് ചായ മേടിക്കുക ചെയ്യാട്ട. അപ്പൊ ഇന്ന് ഞങ്ങള് പറമ്പില് കൊള്ളി പുഴുങ്ങാന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ തിരക്കിലാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി കൊള്ളി പുഴുങ്ങാം ട്ടാ. അപ്പൊ കൊറേ നാളായി ഇപ്പൊ കിണർ കുത്താൻ തുടങ്ങിയിട്ട്. കിണറ്റിൽ വെള്ളമായി വെള്ളം കണ്ടു. ഇന്ന് രാവിലെ ഒരു റിങ് വെള്ളം ഉണ്ടായിരുന്നു, അത് കളഞ്ഞിട്ടാണ് ഇപ്പൊ വീണ്ടും താഴ്ത്തിക്കൊണ്ടിരിക്കുക. കൊഴപ്പില്ലാണ്ടൊക്കെ കിണർ പണി പോണ്ട്. എങ്ങനെയുണ്ട് കിണർ പണിതിട്ട്? കുഴപ്പമൊന്നുമില്ല. വെള്ളം കണ്ടോ? വെള്ളം കണ്ടു. ആ ചൊളപ്പാറന്ന് പറഞ്ഞിട്ടുള്ള പാറയായി. അതെ, അത് വിലയുള്ള സാധനം. അതെ. എത്ര കൊല്ലായി? 5 കൊല്ലായിണ്ടാവും. അതെല്ലേ. ഞാൻ പാറ പൊട്ടിക്കണം മെല്ലെ മെല്ലെ. അങ്ങനെ ശരി, ഇനി കുറച്ച് ചായ കുടിക്കാം. ഓക്കെ. എന്താ ചെയ്യണ? കിണറ്റിലെ മണ്ണ് കയറ്റാ. അതെ. അവിടെ ഒരാളെ ഒറ്റയ്ക്ക് എടുത്തിട്ട് പോന്നാക്കണം. കുറേശ്ശെ എടുക്കടാ, കുറേശ്ശെ എടുക്ക്. മണ്ണ് കൈ ഉളുക്കും. ഞാനല്ലാതെ വലിക്കണേന്ന്. ഈ അമ്മയ്ക്ക് ഒറ്റയ്ക്കാവുമ്പോ അവിടെ വിഷമണ്ടാ? എവിടെ? വീട്ടില്. പിന്നെ അതല്ല പറമ്പിലേക്ക് ഓടി വരണേ. അവിടെ ഇരിക്കുമ്പോ സന്തോഷായില്ലപ്പൊ പറമ്പ് മേടിച്ചപ്പോ? പറമ്പ് മേടിച്ചപ്പോ ഉണ്ടല്ലോ സന്തോഷായി. കാരണം എല്ലാ പണിയും നടക്കും, ഇവിടെ എല്ലാ പണിയും നടക്കും ചെയ്യും. നമുക്ക് അത്യാവശ്യം ശരീരത്തിന് ഒരു ആയാസം കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇവിടുത്തെ കാര്യം. അപ്പൊ നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം ചെറുത്. കൊള്ളിക്ക് ഞങ്ങളിവിടെ കൊള്ളി എന്ന് പറയാട്ടാ. കപ്പ കപ്പ നിങ്ങളുടെ ഇവിടെ എന്താ പറയാ? കപ്പ എന്നാ പറയാ. ഇത് കൊള്ളി എന്നാണ് ഞങ്ങളൊക്കെ പറയാ. മരച്ചീനി. മരച്ചീനി. എവിടെ കത്തി? അമ്മക്ക് മിസ് ചെയ്യാറുണ്ട് എന്നെ? പിന്നെ ഇവിടെ എപ്പോഴും കിട്ടാറില്ല. ഇങ്ങോട്ട് വായ പറയുമ്പോ അങ്ങോട്ടേ പോവുള്ളൂ. കാരണം എന്താ വെച്ചിട്ടാ ഇവിടെ ഫുൾ തിരക്കാ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ലേ അവിടെ പോയപ്പോ. അപ്പൊ പിന്നെ ആ തിരക്ക്, പിന്നെ ശരിക്കും വീഡിയോ ഇടാൻ പറ്റാറില്ല. അങ്ങനൊക്കെ ഇപ്പൊ സ്ഥലം മേടിച്ചപ്പോ കൂടുതൽ തിരക്കായി. അങ്ങനെ അപ്പൊ ഞങ്ങൾക്കും തിരക്കായി. ഞങ്ങള് വീട്ടില് പണികളൊക്കെ കഴിഞ്ഞാ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഫുൾ ടൈം ഇപ്പൊ പറമ്പിലാ പണി. അപ്പൊ നമുക്ക് ചെറിയൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കപ്പയുടെ കൂടെ കഴിക്കാം, നല്ല രസമായിരിക്കും. എന്നാ അമ്മ വരിക? അമ്മ 2-3 ദിവസം കഴിഞ്ഞ് വരും. അമ്മ അമ്പലത്തിൽ പോയിക്കാ. പത്മനാഭസ്വാമി ക്ഷേത്രം. വേറെ അമ്പലത്തിലൊക്കെ പോകണ്ടെന്ന് പറഞ്ഞു. ആ ഇന്നലെ പറഞ്ഞല്ലോ പോണം. ആ
ഒരു സൈഡ് പറഞ്ഞു കൊടുക്കും. നമുക്ക് 4 കോല ആയപ്പോഴേക്കും 5 കോലായി. അപ്പൊ വെള്ളം കണ്ടുണ്ട്. അപ്പൊ അടിയില് ചെറിയ പാറയുണ്ട്, ചോളപ്പാറ എന്നാ പറയാ. ആ പാറ ഇപ്പൊ നമ്മൾ കുത്തി പൊട്ടിച്ച് ഒരു സൈഡ് വെള്ളം ഇപ്പൊ നിക്കണില്ല. വെള്ളം നല്ല ഉറവ് വന്ന കാരണം അപ്പൊ അച്ഛൻ പകുതി തിരിച്ചിട്ട് വെള്ളം ഇതിലാക്കിയിട്ട് പകുതി കോരുക, മണ്ണ് കോരിയിട്ട് ഇപ്പുറത്തേക്ക് ആക്കും വെള്ളം. അപ്പൊ ആ വെള്ളം ഇങ്ങനെ ആക്കണത് കാണുന്നു. പിന്നെ അപ്പുറത്തെ സൈഡ് നമ്മള് മണ്ണ് കോരിയിട്ട് ഇനി ഇപ്പുറത്ത് അങ്ങനെ അങ്ങനെ മാറി 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 കോരാൻ പറ്റില്ല. മണ്ണ് കോരാൻ പറ്റില്ല, അല്ലാണ്ട് മണ്ണ് കോരൽ നടക്കില്ല. കണ്ട അങ്കിടീനാണ് ഓറ് വരുന്ന കാരണം സൈഡിൽ നിന്ന് മണ്ണ് ഇങ്ങനെ പോവാ. വെള്ളായ കൊള്ളി അടിപൊളി. എന്തോ 100 ഈ കൊള്ളി തറച്ചിട്ടുള്ളോ. ചൂടാറുണ്ടാവില്ല. മധുരണ്ട്. ചായ കടയില് കിട്ടുന്നൊരു ചായ എല്ലാം അല്ല ചായ കടയിൽ കിട്ടും. ചായ അയ്യോ തൊപ്പിയെടുത്താലേ കാണുള്ള അമ്പടി. അപ്പൊ ഞങ്ങളുടെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞുട്ടാ. പുള്ളി ഞാൻ ഇങ്ങടെ പറമ്പിലേക്ക് അധികം വരാറുണ്ടായിരുന്നില്ല. അപ്പൊ ഏട്ടനാണ് വരാറ്. അപ്പൊ ഇന്ന് വന്നപ്പോ അമ്മ പറഞ്ഞു കൊള്ളിയൊക്കെ പുഴുങ്ങാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കൊള്ളിയൊക്കെ മേടിച്ചു. അപ്പൊ അങ്ങനെ കൊള്ളിയൊക്കെ പുഴുങ്ങി വേഗമായിട്ടാ. ഞാൻ പറഞ്ഞില്ല അടുപ്പ് ഓൾറെഡി കല്യാണത്തിന് മുമ്പ് വീഡിയോ എടുക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പുറത്തെ പറമ്പിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പൊ പാത്രമൊക്കെ കഴുകാട്ടാ. അപ്പൊ ഗൈസ് ഞങ്ങൾ പറമ്പിൽ പോയിട്ട് ഞങ്ങൾ പറമ്പിൽ പോയിട്ട് ഇതാ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ഡ്രസ്സുമൊക്കെ ആകെ ചെളിയുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഡ്രസ്സ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് വാഷിംഗ് മെഷീനിൽ അപ്പം തന്നെ കഴുകിയപ്പം തന്നെ ജസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്, ഉണങ്ങി. കഴുകിയപ്പം തന്നെ ഒന്ന് സെറ്റാക്കി. വലുതായിട്ട് ഉണങ്ങിയിട്ടില്ല, ചെറുതായിട്ട് ഉണങ്ങി. അപ്പോൾ ഞങ്ങൾ എടക്കളത്തൂർ വീട്ടിലേക്ക് ഒന്ന് വന്നേക്കാണ് കേട്ടോ. അതപ്പോൾ മാതള നാരങ്ങ ഏട്ടൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പം അതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. എന്താ കഴിക്കണേ? മാതള നാരങ്ങ. കാറ്റ് വീശുന്നുണ്ടോ? അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. ഏട്ടൻ്റെ ഡ്രസ്സ് നമുക്ക് ചെളി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി. അപ്പോൾ ഇനി അച്ഛനമ്മി വരണത് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പണി സാധനങ്ങളൊക്കെ ഞങ്ങളുടെ സ്കൂട്ടിയിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കാനും കൂടി വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളതൊക്കെ കൊണ്ടുവച്ചു. ഇനി ഒരു അച്ഛനമ്മയൊക്കെ വന്നിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.